ഇപ്പം ഞാൻ നിൽക്കുന്നത് കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇടുക്കി ജില്ലയിലെ കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലം. ഒരു 3 ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഒരു 3-4 ദിവസമായി. സാധാരണ നമ്മുടെ യാത്ര പോലെ ബസ്സിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ യാത്ര കഴിഞ്ഞിട്ട് വീട്ടിൽ എത്താനുള്ള സമയമായി. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇന്നലെ നമ്മളിവിടെ അടുത്തായിട്ട് അഞ്ചുരുളി എന്ന് പറഞ്ഞ ടണലൊക്കെ ഉണ്ട്. അപ്പോഴതൊക്കെ പോയി കണ്ടിട്ട് കട്ടപ്പന എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് സ്റ്റേ ചെയ്ത്. റൂമിന് 600 രൂപയായിരുന്നു ചാർജ്. നല്ല നീറ്റായിട്ടുള്ള റൂമായിരുന്നു കേട്ടോ. സത്യത്തിൽ കുറച്ച് നാളുകൾക്ക് ശേഷം വിയർക്കാതെ കിടന്നുറങ്ങാൻ പറ്റി. ഇപ്പോഴത്തെ ഒരു ചൂടിൽ കൊല്ലത്തൊക്കെ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. അപ്പോൾ ഇവിടെ കട്ടപ്പന വന്നപ്പോഴത്തേക്കും റൂമിൽ കമ്പിളിയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ പകൽ സമയത്തൊക്കെ ഈ ഒരു ചൂടുണ്ട്, ചെറിയ രീതിയിലൊരു ചൂടുണ്ട്. പക്ഷേ എങ്കിലും രാത്രി നല്ല തണുപ്പാട്ടോ. അങ്ങനെ കമ്പിളിയൊക്കെ പുതച്ച് നല്ല സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം. അപ്പോഴും നമ്മളിപ്പോൾ പോകുന്നത് ഈ കട്ടപ്പനയ്ക്ക് അടുത്ത് തന്നെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇടുക്കി ഡാമൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യമിടുന്നത് മൂന്നാറോട്ട് തന്നെയാണ്. സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഇന്ന് മൂന്നാറോട്ട് വിടും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ കട്ടപ്പനയ്ക്ക് പരിസരത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന്. ബസ്സിനകത്ത് ആ ഒരു സൗണ്ടാണ് കേട്ടത്. ഈ ബ്രേക്ക് പിടിക്കുമ്പോൾ ഒരു ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ. ഞാൻ വിചാരിച്ച ആരെ വിളിച്ച കണക്ക് തോന്നി. അതാ ഇവിടെ നിൽക്കുന്ന ഇദ്ദേഹവും അതാ വിചാരിച്ചല്ലേ, ആരെ വിളിക്കുന്ന കണക്ക് തോന്നി. അതാ ശരി. അങ്ങനെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ കട്ടപ്പന ബസ് സ്റ്റാൻഡിലാണ്. നല്ലൊരു ഇറങ്ങിയ ബസ് സ്റ്റാൻഡിലോട്ട് വരുന്നതേ. ബസ്സൊക്കെ ബ്രേക്ക് പിടിച്ചൊക്കെ വരുന്ന സൗണ്ടായിരിക്കും കേട്ടത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് കട്ടപ്പന ഒന്ന് കറങ്ങിയിട്ട് ഇടുക്കി ഡാമിലോട്ടൊക്കെ ഒന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോഴെന്തായാലും ഞാനിവിടെ തങ്ങിയത് ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയ. ഞാൻ പിന്നെ ആ റൂമിൽ ചോദിച്ചായിരുന്നു ഇവിടെ കട്ടപ്പന ബസ് സ്റ്റാൻഡൊക്കെ എവിടെയാണെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ആ റൂം പോയി പറഞ്ഞതാ 1 കിലോമീറ്റർ അപ്പുറത്താണെന്ന് പറഞ്ഞു. അപ്പോൾ കട്ടപ്പന ബസ് സ്റ്റാൻഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ഈ കട്ടപ്പന ബസ് സ്റ്റാൻഡിലോട്ടൊക്കെ വന്നത്. പകൽ സമയത്ത് നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലേ നമ്മുടെ നാട്ടിലെ പോലത്തെ അത്ര വലിയ ചൂടൊന്നുമില്ല. പക്ഷേ എങ്കിലും ഇവിടുത്തെ ആൾക്കാരൊക്കെ എന്തൊരു ചൂടിത് എന്നൊക്കെയാണ് പറയുന്നത്. നല്ല പൊള്ളുന്ന ചൂടിൽ നിന്നല്ലേ ഞാനിങ്ങോട്ട് വന്നത്. പാലക്കാട്, കൊല്ലം ഈ 2 ജില്ലകളിലല്ലേ ഏറ്റവും കൂടുതലും ചൂട് ഇപ്പം റിപ്പോർട്ട് ചെയ്തതല്ലേ. അപ്പോഴെന്തായാലും ആ ചൂടൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇവർ ഈ പറയുന്ന ഈ ചൂടൊന്നും ഒരു ചൂടേ അല്ല. അങ്ങനെ പറഞ്ഞ് നടന്നിങ്ങ് വന്ന് ഇവിടെ നിന്ന് രാജാക്കാട് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തോട്ട് ബസ്സുണ്ട് കേട്ടോ. മൂന്നാർ പോകുന്ന റൂട്ടിലുള്ളൊരു സ്ഥലമാണ് രാജാക്കാട്. രാജാക്കാടെന്ന് എഴുതിയിരിക്കുന്ന പേരിന് തന്നെ എന്താ ഒരു പ്രൗഢി നോക്കേ. രാജാക്കാട് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുക, രാജ. അങ്ങനെ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് ഇടുക്കി ഡാം ലക്ഷ്യമിട്ട് പോകാം. ഇവിടെ നിന്ന് 24 കിലോമീറ്ററാണ് ഇടുക്കി ഡാമിലോട്ടുള്ളത്. പോകുന്ന വഴിക്ക് വേറെ എന്തൊക്കെയോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ബൈക്ക് എടുത്ത് വിടാം. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കൽവാരി മൗണ്ട് 1 കിലോമീറ്റർ ലെഫ്റ്റ്. ഇടുക്കി ഡാം ഇവിടെ നിന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോഴെന്തായാലും ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാ കൽവാരി മൗണ്ട്. ഇടുക്കി ഡാമിലോട്ട് പോകുന്ന വഴിക്ക് ഒരു ബോണസ് ആയിട്ട് കിട്ടിയൊരു സ്ഥലമാണ് ഈ കൽവാരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോഴെന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ കൽവാരി മൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും ഇവിടെ കറക്റ്റ് കൽവാരി മൗണ്ട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഉള്ളത് കേട്ടോ. ഇവിടെ കുറച്ചധികം കടകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ കൽവാരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് വണ്ടികളൊന്നും ഇങ്ങോട്ട് വരുന്നത് കണ്ടില്ല. അപ്പോഴും ഞാൻ വിചാരിച്ചത് ഒരുപാട് തിരക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് ഇവിടെ ടൂറിസ്റ്റ് ബസ്സൊക്കെ കിടപ്പുണ്ട്. ഒരു 3 ബസ് വന്ന് കിടപ്പുണ്ട്. ഇവിടെ കേട്ട് റൂംസ് അവൈലബിൾ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഹോട്ടലും കാര്യങ്ങളും എല്ലാം ഉള്ള അത്യാവശ്യം നല്ലൊരു കവലയാണ് ഈ കൽവാരി മൗണ്ട് എന്ന് പറഞ്ഞ കവല ജംഗ്ഷൻ. അങ്ങനെ ഈ കൽവാരി മൗണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ജീപ്പ് സവാരി ഉണ്ട്. ഒരാൾക്ക് 20 രൂപയാണ് ചാർജ്. ഒരു ജീപ്പായിട്ട് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 200 രൂപയും. 20 രൂപയ്ക്ക് ലാഭമാണല്ലോ. ഇവിടെ ആൾക്കാരെ ഇറക്കിയിട്ട് അടുത്തൊരു ട്രിപ്പുമായിട്ട് ജീപ്പ് മുകളിലോട്ട് പോവുക. ഇതെവിടായിട്ട് കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടൊരു ആർച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കൽവാരി വ്യൂ പോയിന്റ്. അത് കാലിയായിട്ടാണല്ലോ പോകുന്നത്. ആൾക്കാരെ വിളിക്കാൻ പോവുമായിരിക്കും. ഇനിയും മുകളിൽ ആൾക്കാർ നിൽപ്പുണ്ട് കേട്ടോ. അവരെ വിളിക്കാൻ വേണ്ടി പോവുക. ഇവിടെ നല്ല കയറ്റമാണ് കേട്ടോ. അപ്പോഴെന്തായാലും നമുക്ക് ഈ ഒരു ആർച്ചിനകത്തൂടെ ബൈക്കിൽ മുകളിലോട്ട് പോവാം. കട്ടപ്പനയിൽ നിന്ന് ഇടുക്കി ഡാമിലോട്ട് പോകുന്ന റൂട്ടിൽ ഒരു 15 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് കൽവാരി മൗണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം ഉള്ളത് കേട്ടോ. അപ്പോഴെന്തായാലും നമുക്ക് മുകളിലോട്ട് പോവാം. മുകളിൽ നിൽക്കുന്ന ഓരോരുത്തരെയും താഴോട്ട് കൊണ്ടുവരുന്ന ജീപ്പൊക്കെ ഇറങ്ങി വരുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് അടിക്കുന്ന ജീപ്പുകളെ. നല്ല മല പോലത്തെ കയറ്റമാണ്. കയറുവോടെ. അങ്ങനെ നമ്മളെ താഴത്തെ ആർച്ചിനകത്തോട് ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഇതാ കണ്ടില്ലേ, ഇതേപോലത്തെ കുരിശുകൾ വരുന്ന വഴിക്കെല്ലാം കാണാം. അത് താഴ്വാരത്തായിട്ട് അവിടെ ആയിട്ടൊരു പള്ളിയുണ്ട്. അപ്പോഴാ പള്ളിയുടെ കുരിശുകളാണ് കുരിശും വഴി എന്ന് പറയുന്നത് അല്ലേ. കുരിശു വഴിയോ? കുരിശിൻ്റെ വഴി പോകുന്നത് ഇതിലാണെന്നാണ് പറഞ്ഞത്. ഈ കടയിലൊരു ചേച്ചി പറഞ്ഞതാണ്. അങ്ങനെ വെച്ചിരിക്കുന്ന കുരിശുകളാണ് ഈ പോകുന്ന വഴിക്കെല്ലാം കാണുന്നത്. എന്തായാലും നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകണം, വ്യൂ പോയിന്റിലോട്ട് പോകാൻ. വീണ്ടും കുറച്ച് ദൂരം ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്കും എവിടെ ആയിട്ടൊരു തേയിലയുടെ ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ട്.
അതിനോട് ചേർന്ന് തന്നെ ഇതാ നോക്കേ, ഇതിനെന്താ പറയുന്നത്, പഴയ ടൈപ്പ് കപ്പലുണ്ടല്ലോ, പായ്ക്കപ്പൽ, അതിൻ്റെ മാതൃകയിൽ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. പായ്ക്കപ്പലാണോ ഉരുവാണോ? പത്തേമാരി സിനിമയ്ക്കകത്തേ മമ്മൂട്ടി ഗൾഫിൽ പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതേ കണക്കത്തെ സംഗതി. അതിൻ്റെ വർക്ക് പൂർണ്ണമായിട്ടില്ല, വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പ്രവേശനം 50 രൂപ എന്ന് പറഞ്ഞ് ടിക്കറ്റ് റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകണം, കുറച്ച് ദൂരം കൂടെ. അങ്ങനെ നമ്മൾ 1 കിലോമീറ്റർ കുത്തനെയുള്ള കയറ്റം കയറി വന്നതിന് ശേഷം ഇപ്പം കൽവാരി മൗണ്ട് എക്കോ ടൂറിസം എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിരിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. ടിക്കറ്റ് റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വിസിറ്റേഴ്സ് 25 രൂപ, 2 വീലർ പാർക്കിംഗ് 10 രൂപ, ജീപ്പ് കാറൊക്കെ ആണെന്നുണ്ടെങ്കിൽ 25. ഇതാ നമ്മൾ വരുന്ന വഴിക്കെല്ലാം കണ്ടില്ലായിരുന്നു കുരിശുകൾ, ഈ ആർച്ചിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് ഒരെണ്ണം. അപ്പോഴെന്തായാലും നമുക്ക് ഈ ആർച്ചിനകത്തോട്ട് പോവാം. ഇതാ നമ്മൾ ആർച്ചിനകത്തോട്ട് ഇങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും ഇവിടെ ചെറിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വാടാമല്ലി മാത്രമേ വാടാതെ നിൽക്കുന്നുള്ളൂ ഇപ്പോഴത്തെ ഒരു ചൂട് കാലാവസ്ഥയിൽ. ബാക്കിയെല്ലാം ഉണങ്ങിപ്പോയി, പുല്ലൊക്കെ നിൽക്കുന്നതൊക്കെ. ഇതാ ഇവിടെ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് തന്നെ എക്കോ ഷോപ്പൊക്കെ ഉണ്ട്. പിന്നെ കൂൾ ബാർ, ഐസ്ക്രീം അങ്ങനത്തെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. എക്കോ ഷോപ്പും കോഫി ബാറും എല്ലാം ഒരുമിച്ച് തന്നെ ഇരിക്കുന്നത്. എക്കോ ഷോപ്പ് എന്താണെന്ന് നോക്കാം. തേയിലയും അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ടല്ലേ. തേയില, തേയില മറ്റേ ശർക്കരയൊക്കെ ഉണ്ടല്ലേ. മറയൂർ ശർക്കര എങ്ങനെയാണ് വില? മറയൂർ ശർക്കര കിലോ 120 രൂപ. ഓക്കെ, ഒന്നെടുത്ത് കാണിക്കാം, കയ്യിലൊന്ന് തരാമോ? അതാ, ഇതാണ് മറയൂർ ശർക്കര, കിലോ 120 രൂപ. ഓക്കെ. വേറെ ഹോം മെയ്ഡ് ചോക്ലേറ്റ് അങ്ങനത്തെ സംഗതികളെല്ലാം ഉണ്ട്, കണ്ടില്ലേ. ഓക്കെ, അതിങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്കും ശരിക്കും ഉള്ള വ്യൂ പോയിന്റ് എത്തി. ഇവിടുന്നേ താഴോട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും അവിടെയും ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. പോകുന്ന വഴിക്കെല്ലാം ഇരിക്കാൻ വേണ്ടി ബെഞ്ച് വിട്ടിട്ടുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് വേറെ കുറച്ച് ആൾക്കാർ നിൽക്കും. അപ്പോഴങ്ങോട്ടും കൂടെ ഒക്കെ പോകാൻ തോന്നും. എന്താ അവരവിടെ നിൽക്കുന്നത്, അവിടെ എന്താ സംഭവം നോക്കാൻ വേണ്ടിയിട്ടേ അങ്ങോട്ടും കൂടെ പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര. എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇതാ കണ്ടില്ലേ ബെഞ്ചൊക്കെ ഇട്ടിരിക്കുന്നത്. വെറുതെ പറയുമല്ലോ കേട്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലം. ഇടുക്കി ഡാമിൻ്റെ റിസർവോയറിൽ നിൽക്കുന്ന വെള്ളമാണ് ഇതേ ഇത്രയും. ഇടുക്കി ഡാം ഇവിടെ നിന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ. ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ പറഞ്ഞതാ, ഒരു ഗൂഗിളിൻ്റെയും സഹായമില്ലാതെ. പറഞ്ഞ് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഓരോരോ സ്ഥലത്തോട്ടും ഇറങ്ങി പോകാൻ തോന്നുമെന്ന്. ഇതോ അവിടെ കുറച്ച് ആൾക്കാർ നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴിവിടെ നിന്നൊരു ഫാമിലി ഇറങ്ങി അങ്ങോട്ട് പോവുക. ഇതുവഴിയൊക്കെ ആൾക്കാർ സ്ഥിരമായിട്ട് നടന്നു പോയിട്ട് പുല്ലൊക്കെ മാറി കിടപ്പുണ്ട്. മഴ സമയത്തൊക്കെ വന്നു കഴിഞ്ഞാലേ നല്ല വഴുക്കലായിരിക്കും. ഇവിടെ ഒരു സ്ഥലം കാലിയായിട്ട് കിടപ്പുണ്ട്. വാ, അടിപൊളി കേട്ടോ, വേറെ ലെവൽ. അങ്ങോട്ടൊക്കെ ഭയങ്കരമായിട്ടുള്ള കാടാ. ഇതിനക്കര സൈഡിലൊക്കെ ആയിട്ടെ, ഇതിന് താഴെയായിട്ടും കാടാ, ഇതിനക്കര സൈഡിലായിട്ട് കൊടും കാടാ. അപ്പോഴെന്തായാലും ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. ഞാനിങ്ങനെ വിചാരിച്ചതാ, എന്തായാലും വണ്ടി ഓടിച്ച് നേരെ ഇടുക്കി ഡാമിലോട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചതാ. ഇങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിച്ചതാ. ഇങ്ങോട്ട് കയറിയില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടമായി പോയേനെ. പ്രവേശന സമയം എത്രയാണെന്ന് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. രാവിലെ എത്ര മണി മുതലുണ്ട്? രാവിലെ 8:30 മുതൽ വൈകുന്നേരം. ഇപ്പം വെക്കേഷൻ സമയമൊക്കെ ആയതുകൊണ്ട് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് 6:30 വരെ ടിക്കറ്റ് കൊടുക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ 6 മണി വരെ. എല്ലാ ദിവസവും ഉണ്ടല്ലോ. അല്ല, ചില സ്ഥലങ്ങളിലേ തിങ്കളാഴ്ച കാണത്തില്ല, ചൊവ്വാഴ്ച കാണത്തില്ല, അങ്ങനെയൊക്കെ കാണും. എല്ലാ ദിവസവും ഉണ്ട്. ഓക്കെ, ശരി. അങ്ങനെ നമ്മൾ കൽവാരി വ്യൂ പോയിന്റിന്റെ പുറത്തോട്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ കൽവാരി അങ്ങനെയൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും കാൽവരി മൗണ്ട് എന്നാ പേര്. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന കാൽവരി വ്യൂ പോയിന്റിന്റെ അടുത്ത് നിന്ന് 7 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം ഇടുക്കി ഡാം ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് നിൽക്കുക. ഈ വഴി അകത്തോട്ട് പോകുന്നതാ ഇടുക്കി ഡാമിലോട്ടുള്ള വഴി. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ഇടുക്കി ഡാം എന്ന് പറഞ്ഞിട്ട്. എന്താന്ന് വെച്ചാൽ ഇപ്പോഴ് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടേ വരാൻ പറ്റൂ. QR കോഡൊക്കെ വെളിയിൽ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെളിയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഇടുക്കി ഡാമിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടേ വരാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റാഫുകളുണ്ട്. അതുകൊണ്ട് നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ആർച്ചിനകത്തുനിന്ന് ഒരു 300 മീറ്റർ മാറി അകത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കുവാ ഡാമിൻ്റെ മെയിൻ എൻട്രൻസ് ഉള്ളത്. അപ്പോഴെന്തായാലും നമുക്ക് അകത്തോട്ട് പോവാം. ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് കേരള ഹൈഡൽ ടൂറിസം എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇത് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെബ്സൈറ്റ് വരും. ഇതാ നോക്കി, നമ്മൾ ആർച്ചിനകത്തോട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കും തൊപ്പിയും അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്. ഡാമിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല വെയിലായിരിക്കും. അവിടെയൊക്കെ വെച്ചിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള തൊപ്പിയും അങ്ങനത്തെ കച്ചവടങ്ങളൊക്കെയാണ്. ഇതെങ്ങനെ തൊപ്പി വില? അല്ല, ഞാൻ വേണ്ട ചോദിച്ചേക്കും. 180 180. അങ്ങനെ നമ്മൾ ഇടുക്കി ഡാമിലെല്ലാം കയറിയിട്ട് വന്നതിന് ശേഷം ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലമാണ് ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലം. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു സ്ഥലമാണ് ഇടുക്കി എന്ന് പറഞ്ഞ സ്ഥലം. അതാകണ്ടില്ലേ ഇടുക്കി എന്ന് ബോർഡ് വെച്ചിരിക്കുന്നത്. പല റൂട്ടിലോട്ടുള്ള റൂട്ടെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. കട്ടപ്പന റൈറ്റ്, എറണാകുളം ലെഫ്റ്റ്, തങ്കമണി സ്ട്രെയിറ്റ്.
ഇത് എറണാകുളത്തിന് പോകുന്ന ബസ്സാണ്. ഇത് ഇവിടെ ആയിട്ട് ഇടുക്കി ജംഗ്ഷന് നടുക്കായിട്ട് ചെറിയൊരു കുരിശടിയൊക്കെ ഉണ്ട്. അവിടെ ആയിട്ടൊരു പള്ളിയും ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് കുറച്ചങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്കും മഹേഷിൻ്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമയിലെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ എടുത്ത ആ ഒരു ലൊക്കേഷനുണ്ട്. കുറച്ചങ്ങോട്ട് പോയാൽ മതി. ഞാനിവിടുന്ന് ഫുഡും കഴിച്ചു കേട്ടോ. ഇപ്പം സമയം 3 മണിയായി. ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചത്. കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അർത്തുങ്കൽ പള്ളി എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് ബസ്സാണ് പോയത്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാ ആ ഗ്രൗണ്ട്. ഇടുക്കി ടൗണിൽ നിന്ന് കുറച്ച് നടന്നു വരുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രൗണ്ട് കാണാം. ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് മഹേഷിൻ്റെ പ്രതികാരം സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തത്. ആ കണ്ടില്ലേ, ഈ ഗ്രൗണ്ടിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ നടന്നു വന്ന് നിൽക്കുമ്പോഴത്തേക്കും ദൂരെയായിട്ട് ഇടുക്കി ഡാം കാണാൻ പറ്റും. നല്ല വളഞ്ഞ ഡാം, വലിയ സിനിമാ തിയേറ്ററിൻ്റെ സ്ക്രീൻ പോലുണ്ട് കാണാൻ. ഇനിയിപ്പം പോകുന്നത് ഇവിടുന്ന് ചെറുതോണി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞ് മൂന്നാർക്കൊക്കെ പോകാമെന്നാണ് പറയുന്നത്. അപ്പോഴെന്തായാലും ആകപ്പാടെ ഇപ്പം ഒരു 24 കിലോമീറ്റർ യാത്ര ചെയ്തോളൂ. മൂന്നാർ ലക്ഷ്യമിട്ട് യാത്ര തുടങ്ങിയതാണ്. 24 കിലോമീറ്ററിനകത്ത് ഒരു 2 സ്ഥലത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങി. പിന്നെ ഈ ഇടുക്കി ഡാമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. അവർക്ക് സത്യം പറഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടൊന്നുമില്ല. നമുക്കൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഗൈഡ് പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. ഇത്രയും വർഷം പഴക്കമുള്ളതാണ്, ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തതാണെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റും. പിള്ളേർക്കെന്ന് വെച്ചാൽ കുറച്ച് പാർക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വേണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ പറ്റണം. ഇത് ഫോട്ടോ പോയിട്ട് ഫോൺ പോലും കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് 150 രൂപ കുറച്ച് കൂടുതലാണ്. ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും പ്രശ്നമില്ല, നമുക്ക് സഹിക്കാവുന്നതേ ഉള്ളൂ. ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്കും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 4 പേര് വരുമ്പോഴത്തേക്കും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടും, പക്ഷേ പിള്ളേർ വെറുതെ പോസ്റ്റ് ആവും. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന ഇടുക്കി ടൗണിൽ നിന്ന് കുറച്ച് വണ്ടി ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ ആലിൻ ചുവടെന്ന് പറഞ്ഞൊരു സ്ഥലം ബോർഡ് വെച്ചിരിക്കുന്നത്. ശരിക്കും ഇവിടെ ഒരു ആല് തന്നെ ഉണ്ട് കേട്ടോ. ഈ ആലിൻ്റെ ചുവട്ടിലുള്ള സ്ഥലമാണ് ആലിൻ ചുവട്. അത് ഞാൻ വണ്ടി നിർത്തിയിട്ട് പറയാൻ കാര്യം, ചില സ്ഥലങ്ങളുടെ പേരും ആ സ്ഥലവുമായിട്ട് ഒരു ബന്ധവും കാണത്തില്ല. പക്ഷേ അതാ ഇവിടെ നോക്കേ, ആലുമുണ്ട്, ആലിൻ്റെ ചുവടുമുണ്ട്. ഇപ്പോഴും പേരിനോട് നീതി പുലർത്തുന്ന സ്ഥലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും പള്ളിമുക്ക്, ആശുപത്രിമുക്ക്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പള്ളിയും ആശുപത്രിയൊക്കെ കാണും. അല്ലാത്ത ചില സ്ഥലങ്ങളുണ്ടല്ലോ, ഒന്നും അങ്ങോട്ട് ഇപ്പം ഓർമ്മയിൽ അങ്ങോട്ട് കിട്ടുന്നില്ല. കുറേ പേരുകളുണ്ടായിരുന്നു. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഈ സ്ഥലത്തിന് ഇങ്ങനത്തെ പേര് വരാൻ കാര്യം എന്താ, അങ്ങനെ ചിന്തിക്കും. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, ഫസ്റ്റ് ടു, സെക്കൻഡ് ടു, തേർഡ് ടു നിർത്തി. അത്രയും ദൂരമേ ഉള്ളൂ, വളരെ കുറച്ച് ദൂരം. അപ്പോഴാണ് ഈ സ്ഥലം കണ്ടത്. ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ചെറുതോണി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടതെന്നാണ് ഞാനിവിടെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്നും വിടാം. ഇവിടുന്ന് താഴെയായിട്ട് നോക്കുമ്പോഴത്തേക്കും ഒരു കൊക്ക പോലൊരു സ്ഥലം കാണാം. ഇത് ഇടുക്കി ഡാം വരുന്നതിന് മുമ്പ് വെള്ളം ഒഴുകിപ്പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. പെരിയാർ ഒഴുകിപ്പൊയ്ക്കൊണ്ടിരുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ആ കാണുന്ന ആലിൻ്റെ ചോട്ടിൽ നിന്ന് കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് വരുമ്പോഴത്തേക്കും ചെറുതോണി പാലത്തിൻ്റെ മുകളിലെത്തും. പുതിയ പാലമാണ്, നല്ല നീറ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇൻ്റർലോക്കൊക്കെ ഇട്ട് ഫുട്പാത്തൊക്കെ ചെയ്തിട്ടുണ്ട്, കൊള്ളാം. അപ്പോൾ ഈ പാലത്തിനോട് ചേർന്ന് ചെറുതോണി ടൗണുണ്ട്. നമ്മൾ നേരത്തെ നിന്ന് ഇടുക്കി ടൗണിനെക്കാട്ടി വലിയ ടൗണ് ഈ ഒരു ചെറുതോണി ടൗണാണ് കേട്ടോ. എന്തായാലും ചെറുതോണി എന്ന് പറഞ്ഞ സ്ഥലം കൊള്ളാം കേട്ടോ, നല്ലൊരു ടൗണാണ്. അപ്പോഴെന്തായാലും നമുക്ക് വണ്ടി എടുത്ത് വിടാം, ഈ ഒരു റോഡിലോട്ട് വിടാം. ഇവിടെ നിന്ന് അടിമാലി വഴി മൂന്നാർക്ക് പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ രാജാക്കാട് പോയിട്ടും മൂന്നാർക്ക് പോകാൻ പറ്റും. അപ്പോൾ മൂന്നാർ വരെ എത്തിപ്പെടുന്ന വീഡിയോ ചിലപ്പം ഈ വീഡിയോയിൽ കാണത്തില്ല. എവിടെ എത്തുമ്പോഴാണോ ഇരുട്ട് വീഴുന്നത് ആ ഒരു സ്ഥലത്ത് ഞാൻ സ്റ്റേ ചെയ്യും. അത് മൂന്നാർ എത്തുന്നതിന് 5 കിലോമീറ്റർ മുമ്പാണെങ്കിലും ശരി. ചില ആൾക്കാരുണ്ടല്ലോ കൃത്യസമയം നോക്കി ജോലി ചെയ്യുന്നത്, 5 മണിക്ക് ശേഷം ജോലി ചെയ്യത്തില്ല, അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതേപോലെ. ഇവിടെ താൽക്കാലിക തണലിന് വേണ്ടി കെട്ടിയിരിക്കുന്ന ആ ഒരു സംഭവം കണ്ടില്ലേ, ബസ് സ്റ്റോപ്പിൽ താൽക്കാലികമായിട്ട് നിൽക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നതാണ്, ഓല വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഇതേപോലെ അപ്പുറത്തെ സൈഡിലായിട്ടും ഉണ്ട്. അവിടെ ബസ് കിടക്കുന്നതുകൊണ്ട് മറഞ്ഞു നിൽക്കുക. അങ്ങനെ ചെറുതോണി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം ഇവിടെ ആയിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്, ചുരുളി. അപ്പോൾ ചുരുളി എന്ന് പറഞ്ഞ സ്ഥലമാണ് ഈ സ്ഥലം. നല്ല ഇറക്കമായിരുന്നു കേട്ടോ, വരുന്ന വഴിക്കെല്ലാം ഒരുപാട് ദൂരം ഇറക്കമാണ്. ഇനി അങ്ങോട്ടും ഇറക്കമാണ്, കണ്ടില്ലേ ബൈക്കൊക്കെ ഒഴുകി പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് ചെറുതോണി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കല്ലാർമുട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് തിരിഞ്ഞ് രാജാക്കാട് എന്ന് പറഞ്ഞ സ്ഥലം വഴിയാണ് മൂന്നാർ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴങ്ങനെ ആ പോകുന്ന വഴിക്ക് ഈ ഒരു ബോർഡ് കണ്ടപ്പോഴത്തേക്ക് ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ. എന്തായാലും നമ്മൾ വരുന്ന വഴിക്കെല്ലാം എല്ലാ സ്ഥലങ്ങളിലും നിർത്തി. അപ്പോൾ ഈ ഒരു ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിർത്തിയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോഴത്തെ ഈ കാണുന്നത് ആ ചുരുളി എന്ന് പറഞ്ഞ ജംഗ്ഷൻ. ഇതെവിടെയായിട്ട് ചെറിയൊരു കുരിശടിയൊക്കെ ഉണ്ട്. ഭയങ്കര നിശബ്ദമായിട്ടുള്ളൊരു സ്ഥലം, വണ്ടികളുടെ ശബ്ദങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ലോറി കേട്ടോ, ലോഡ് കയറ്റിയിട്ട് പോവുക. റബ്ബറിൻ്റെ മണം, റബ്ബർ ഷീറ്റ് ആയിരിക്കാം കയറ്റിയത്. ഇവിടെ ആയിട്ട് ഒരു പാലത്തിൻ്റെ താഴെയായിട്ടൊരു തോട് കടന്നു പോകുന്നുണ്ട്. അപ്പോഴെന്തായാലും നമുക്ക് ചുരുളി നിന്നും പുറപ്പെടാം. അങ്ങനെ നമ്മൾ ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് വന്നതിന് ശേഷം ഇപ്പം നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര് ചേലച്ചുവട് എന്ന് പറഞ്ഞ സ്ഥലം. ഇതെവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, ചേലച്ചുവട്. എവിടെ? ഇതാണ്ടേ ചേലച്ചുവട്. ഞാനിവിടെ വണ്ടി നിർത്തിയ കാര്യം എന്താണെന്നറിയോ, ഇവിടെ ആയിട്ടൊരു സിനിമാ തിയേറ്റർ കാണാം. എന്ന് പറയുമ്പോൾ പഴയകാല സിനിമാ തിയേറ്റർ. ഇപ്പോഴിത് പ്രവർത്തനമല്ല.
ജ്യോതിസ് തിയേറ്റർ എന്ന തിയേറ്ററിൻ്റെ പേര്. ഇപ്പോഴിവിടെ പെന്തക്കോസുകാരുടെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നൊരു സ്ഥലമായിട്ട് മാറിയിരിക്കുക. ഇതേപോലത്തെ പനമ്പ വെച്ചിട്ട് മറച്ച തിയേറ്ററുകളെല്ലാം പണ്ട് കേരളത്തിൻ്റെ പല പല സ്ഥലങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനത്തെ കെട്ടിടം പോലും എവിടെയും കാണാനില്ല. ഇതുവഴി പോയപ്പോഴത്തേക്കും ഇത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് നിർത്തി വീഡിയോ എടുക്കണമെന്ന് തോന്നി. ഇതവിടെ മുകളിലായിട്ട് ജ്യോതിസ് തിയേറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, പ്രൊജക്ടർ റൂം, പഴയ ടിക്കറ്റ് കൗണ്ടർ. എന്തായാലും ഈ ഒരു പഴയ ഒരു തിയേറ്റർ ഇതുവഴി പോകുന്ന വഴിക്കൊന്ന് കാണാൻ പറ്റി. അങ്ങനെ ചേലച്ചൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് വന്നതിന് ശേഷം ഇപ്പോൾ ഒരു സ്ഥലം കാണാം. താഴെയായിട്ടൊരു വ്യൂ പോയിന്റാണ്. 2 മലകൾക്ക് നടുക്കൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകി വരുന്നത് കാണാം. എന്ന് വെച്ചാൽ വെള്ളം കുറവായി ഈ സീസണിലേ, അങ്ങിങ്ങായിട്ടേ ഉള്ളു. പക്ഷേ ആ ഒരു സീനറി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. 2 സൈഡിലും വലിയ മലനിരകളും അതിന് നടുക്കായിട്ട് നദി ഇങ്ങനെ ഒഴുകി ഒഴുകി വരുന്ന ആ ഒരു ബോർഡർ പോലെ കാണാം. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന് നോക്കിയത് ആ മലയുടെ മുകളിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടെ നമ്മളിങ്ങനെ വന്നപ്പോഴത്തേക്കും അവിടെ നിർത്തി നോക്കിയത്. അതുവഴി കൂടി ഇങ്ങനെ ഹൈവേ പോകുമ്പോഴത്തേക്കും ഒരു റോഡ് താഴോട്ടിറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ആ റോഡ് വന്ന് കയറുന്നത് ഇവിടെയാണ്. ഇതേപോലെ പല പല റോഡുകൾ ഹൈവേയിൽ നിന്ന് താഴോട്ടിറങ്ങുന്നുണ്ട്. ഈ ഒരു ആറ്റിൻ്റെ സൈഡിലോട്ടെ കുറച്ച് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വരുന്ന വഴിക്കെല്ലാം. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വഴികളെല്ലാം പല പല സ്ഥലങ്ങളിലുണ്ട്. ഹൈവേയുടെ സൈഡിൽ നിന്ന് ഓരോരോ ചെറിയ ചെറിയ വഴികൾ താഴോട്ടുണ്ട്. ആ വഴി വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും ഒരു വ്യൂ പോയിന്റ് പോലെ കണ്ട ആ ഒരു സ്ഥലത്ത് നമുക്ക് വരാൻ പറ്റും. എന്തായാലും കൊള്ളാം ഈ ഒരു സ്ഥലം. നമ്മൾ നിൽക്കുന്നതിന് ചുറ്റും വലിയ വലിയ മലനിരകളാണ്. നല്ല വെള്ളമുള്ള സമയത്ത് ഈ പാലത്തിന് മുകളിൽ കൂടെയും വെള്ളം പോകുമായിരിക്കാം. അപ്പോഴെന്തായാലും ഞാൻ റോട്ടിൽ കൂടെ മുകളിൽ കൂടി ഇങ്ങനെ പോയപ്പോഴത്തേക്കും ഒരു ഇടറോഡ് കണ്ട് താഴോട്ടിറങ്ങി വന്നതേ ഉള്ളൂ. അപ്പോഴിനി ഞാൻ തിരിച്ചു പോവുക. അങ്ങനെ നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്ത് നിന്ന് മൂന്നാർക്കുള്ള റോഡിൽ കുറച്ച് ദൂരം യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതാ ഇവിടെ ആയിട്ട് ലോവർ പെരിയാറിലെ വെള്ളമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലം കാണാം. പനംകുറ്റി പാലം എന്ന് പറഞ്ഞ പാലം, അത് ആ കാണുന്നത്. ഇവിടെ പെയിൻസ്റ്റോൺ പൈപ്പിൽ നിന്ന് വെള്ളം ഈ ഒരു ആറ്റിലോട്ട് വന്ന് ഇറങ്ങുന്നുണ്ട്. ഇത് പെരിയാറായി കാണുന്നത്. നല്ല ശബ്ദമുണ്ട് കേട്ടോ ഇവിടെ നേരിട്ട് കേൾക്കാൻ. കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ തോന്നുന്നു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നതേ ഇനിയിപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. ഇനിയിപ്പം ഞാൻ പോകുന്ന വഴിയൊന്നും ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നില്ല. കാര്യം ഇപ്പം സമയം വൈകുന്നേരം ഒരു 5:30 ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ നിന്ന് മൂന്നാർ 28 കിലോമീറ്ററേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു 28 കിലോമീറ്റർ ഓടിച്ചങ്ങ് പോയിട്ട് മൂന്നാർ പോയിട്ട് സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് പിറ്റേന്ന് രാവിലെ മൂന്നാറും പരിസരമൊക്കെ ഒന്ന് കറങ്ങി കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ, നമ്മുടെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ഇടുക്കി ഡാമിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ആ ഇടുക്കി ഡാമിൽ വലിയവർക്കൊക്കെ, അല്ലാതെ ഈ കൊച്ചു പിള്ളേർക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ പിള്ളേർക്കല്ലാത്തവർക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു. കാര്യം അത്രയും വലിയ ഡാമിൻ്റെ വർക്കും എഞ്ചിനീയറിംഗ് വർക്കൊക്കെ കണ്ട് നമുക്കിങ്ങനെ അത്ഭുതപ്പെടാൻ പറ്റും. പക്ഷേ പിള്ളേർക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് അതിശയപ്പെടാനൊന്നുമില്ല. പിന്നെ ആ ഡാമിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വേണമെങ്കിൽ പിള്ളേർക്ക് കളിക്കാനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴൊരു ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്കും 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് അവരെ വെറുതെ കൊണ്ടുപോകുന്ന കണക്കായി പോകും. അത് ഞാൻ വെറുതെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ കട്ടപ്പന ടു മൂന്നാർ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. ഒരു 100 കിലോമീറ്റർ പോലും യാത്ര ചെയ്തില്ല. വളരെ കുറച്ച് ദൂരം യാത്ര ചെയ്തോളൂ, മതി. പ്രത്യേകിച്ച് ധൃതിയൊന്നും ഇല്ലല്ലോ. പയ്യെ പയ്യെ കാഴ്ചകളൊക്കെ കണ്ട് സമാധാനത്തോടെ യാത്ര ചെയ്യാം. അപ്പോഴെന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.